പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനം ഇതാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ. എന്തായിരുന്നു അത്? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെത്തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെത്തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇല്ലാതാവുക, സ്വയം ശൂന്യമാവുക. നമ്മൾ കുർബാനയിൽ വായിക്കുന്ന മനോഹരമായ കോൺസെക്രേഷൻ കൂദാശവചനങ്ങൾ വായിക്കുന്ന ഒരു വായനയുണ്ട്. അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ ദൈവവുമായിട്ടുള്ള സാദൃശ്യം പരിഗണിക്കേണ്ട കാര്യമായി ഇരിക്കാതെ അവൻ തന്നെ താഴ്ത്തി എന്ന് പറയുമ്പോൾ ആരാണ് മനുഷ്യനോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ സദൃശ്യത്തിലാകാൻ ശ്രമിക്കുക? പിശാച് എന്താ പറഞ്ഞത്? നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. എന്നാൽ എന്താണ് രക്ഷാകര ചരിത്രം? ദൈവം ഇല്ലാതാകുന്നു. ഇല്ലാതാകലിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഇല്ലാതാകലിൻ്റെ ഒരു സുവിശേഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ടാങ്കിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ, ഫുൾ ടാങ്ക് ഡീസൽ, പെട്രോൾ അടിക്കുന്നു. ആ യാത്ര അവസാനിക്കുമ്പോൾ നമുക്കറിയാം ആ ഫ്യൂവൽ, ആ പെട്രോൾ അല്ലെങ്കിൽ ആ ഡീസൽ ഇല്ലാതായിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു വിത്ത് നമ്മൾ മണ്ണിലേക്കിടുമ്പോൾ നമുക്കറിയാം ആ വിത്ത് അഴുകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ചെടിയുണ്ടാകുന്നത്. ഒരു മെഴുകുതിരി കത്തുമ്പോൾ നല്ല രൂപമുള്ള, നല്ല കളറുള്ള, നല്ല ഡിസൈനിലൊക്കെ ക്രമീകരിച്ചിട്ടുള്ള ഒരു മെഴുകുതിരി കത്തി ഒലിച്ച് ആ ഗ്ലോബിൻ്റെ താഴത്ത് ഒരു ചെറിയ ഒരു രൂപവുമില്ലാതെ വന്ന് വീഴുമ്പോൾ നമുക്കറിയാം അതവിടെ പ്രകാശമായിട്ടുണ്ട്. അവിടെ പ്രകാശം കൊടുത്തിട്ടാണ് അതില്ലാതായത്. എല്ലാ നന്മയുടെ പിന്നിലും ഒരില്ലാതാകലിൻ്റെ കഥയുണ്ട്. എല്ലാ സുവിശേഷത്തിൻ്റെ പിന്നിലും ഒരില്ലാതാകലിൻ്റെ കഥ പറയുവാനുണ്ട്. ആ കഥ ഒട്ടും കുറയ്ക്കാതെ പറയുന്ന ഒരു ജീവിതമാണ് ജോസഫ്. നമുക്കറിയാം എത്ര കുടുംബങ്ങളിലാണ് അപ്പന്മാർ, അമ്മമാർ ഇല്ലാതാകുന്നത്. മക്കൾക്ക് വേണ്ടി, ദൈവമേൽപ്പിച്ചൊരു കാര്യത്തിന് വേണ്ടി ഇല്ലാതാകുന്ന എത്രയോ അപ്പന്മാരും അമ്മമാരുമുണ്ട്. ഒരുപാട് പേര് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവിടെയെല്ലാം വരുന്നത് സുവിശേഷമാണ് കേട്ടോ. അവിടെയെല്ലാം നീ യേശുവാകുന്നുണ്ട്. അവിടെയെല്ലാം നീ യേശുവിൻ്റെ രൂപം സ്വീകരിക്കുന്നുണ്ട്. എവിടെയെല്ലാം നീ ഇല്ലാതാകുന്നുവോ അവിടെയെല്ലാം യേശുവിൻ്റെ രൂപം നിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മളൊരു കാര്യത്തിലേക്ക് വരണം. എനിക്ക് ഇല്ലാതാകലിൻ്റെ സന്തോഷമുണ്ടോ? യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്കില്ലാതാകലിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടോ?
എനിക്ക് ഇല്ലാതാകലിൻ്റെ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പക്ഷേ ഇന്ന് ചില മക്കളൊക്കെ വിദേശത്തുണ്ട്. നിങ്ങളൊക്കെ ഓർക്കണം, വിദേശത്തുള്ള മക്കളൊക്കെ ഓർക്കണം, ഒരു പക്ഷേ പറമ്പിലും തെങ്ങിൻ്റെ ചുവട്ടിലും റബ്ബർ പുരയിടത്തിലും ഒക്കെ ജീവിതം ഹോമിച്ച, അടുക്കളയിലൊക്കെ ജീവിതം ഹോമിച്ച ഒരുപാട് പേരുണ്ട്. അവർ ആ ജീവിതം ഹോമിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ രക്ഷാകര ചരിത്രത്തിൽ നമ്മളൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് എത്തിയത്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച ഒരുപാട് പേര് പിന്നാമ്പുറങ്ങളിലുണ്ട്. നമുക്ക് വേണ്ടി ഇല്ലാതവർ, നമ്മളെക്കാൾ സമർപ്പണം ഏറ്റെടുത്ത ഒരുപാട് പേര് പിന്നിലുണ്ട്. നമ്മളെക്കാൾ ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ നമ്മൾ മറക്കരുത്. അവർ നമ്മൾ മറക്കാൻ ഇടവരരുത്. ഒരിക്കൽ ഡിവൈനിലൊരു കുടുംബം ധ്യാനിക്കാൻ വന്നു. ഡിവൈനിലൊരു കുടുംബം ധ്യാനിക്കാൻ വന്നപ്പോൾ അപ്പൻ, അമ്മ, 2 മക്കൾ, രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഈ അമ്മ. അപ്പോൾ എനിക്ക് വന്നന്ന് ഇവരെ പരിചയപ്പെടാൻ കാരണം ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫാദർ, TV വച്ചിരിക്കുന്ന റൂമുണ്ടോ? TV-യിലൂടെ ധ്യാനം കൂടാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, TV-യിലൂടെ ധ്യാനം കൂടാൻ പറ്റും. നമുക്ക് TV ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കിടപ്പ് രോഗികൾക്ക് വേണ്ടി, ഒരുപക്ഷെ ഹാളിൽ വന്നിരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി TV ക്രമീകരിച്ചിരിക്കുന്ന റൂമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അത്യാവശ്യം? അപ്പോൾ ഈ ഭർത്താവാണ് ഇത് അന്വേഷിച്ച് വന്നത്. അവർ അന്വേഷിച്ച് വന്നു, ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റി, എന്താ അപകടം വല്ലതുമാണോ? ഇല്ലച്ചാ, മകളുടെ പ്രസവത്തോടു കൂടി ഭാര്യ തളർന്നു പോയി. അപ്പോൾ ധ്യാനത്തിൻ്റെ 2-ാമത്തെ 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഈ മക്കൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛനോട് കുറച്ചു നേരം അമ്മയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ റൂമിലേക്ക് വരാമെന്ന് പറയുക. അങ്ങനെ ഞാൻ ആ ചേച്ചി കിടക്കുന്ന റൂമിൽ ചെന്നു. അപ്പോൾ ഈ അപ്പൻ, ഭർത്താവ് അടുത്തിരിപ്പുണ്ട്. ഭർത്താവ് മക്കളോട് പറയുന്നുണ്ട്, മക്കൾ പോയി ധ്യാനം കൂടിക്കോ. അപ്പം സ്റ്റേജിൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് കസേരയിൽ ചെന്നിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, അച്ഛാ, അച്ഛന് ബുദ്ധിമുട്ടായോ? അച്ഛൻ ഇത്രയും തിരക്കുള്ളതല്ലേ? ഞാൻ പറയില്ലേ ചേച്ചി, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയതാ ചേച്ചി? ഒരു അധ്യാപികയായിരുന്നു കോളേജിൽ. എന്ത് പറ്റിയതാ ചേച്ചി? അപ്പോൾ ചേച്ചി തമാശയ്ക്ക് പറഞ്ഞു, ഇത്രയും നാൾ ഓടിയതല്ലേ, ഇനി കിടക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് കുറച്ച് വിശ്രമിക്കാൻ പറ്റി, ഇനി ഇവരൊക്കെ കാര്യം ചെയ്യട്ടെ അച്ഛാ. ആ ഭർത്താവ് പറഞ്ഞു, അതല്ല അച്ഛാ, 2-ാമത്തെ പ്രസവം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയെ അബോർഷൻ ചെയ്യുക. പക്ഷേ ഇവക്കൊരൊറ്റ നിർബന്ധം. ഡോക്ടർ പറഞ്ഞു, അത് അമ്മയ്ക്കൊരു അപകടം ഉണ്ടാക്കും, അമ്മയ്ക്ക് അത് പ്രശ്നം ഉണ്ടാകും. പല ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തു. പക്ഷേ ഫൈനൽ ഡിസിഷൻ, ഒറ്റ ഡിസിഷൻ, കുട്ടിയെ അബോർട്ട് ചെയ്യുക. അമ്മ പറഞ്ഞു, എൻ്റെ ജീവനല്ല, എൻ്റെ കുഞ്ഞിനെ തൊടാൻ പറ്റില്ല, എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ തൊടാൻ പറ്റില്ല. പലരും പല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ പോലും പതറിപ്പോയി. ഞാൻ പോലും അവളോട് പറഞ്ഞു, അവൾ പറഞ്ഞു, കുഞ്ഞിനെ തൊടാൻ പറ്റില്ല. ആ പ്രസവം കഴിഞ്ഞപ്പോഴാച്ചാ തളർന്നു പോയത്. കുട്ടിക്കൊരു കുഴപ്പമില്ലാതെ കിട്ടി. അമ്മ അന്നു മുതൽ തളർന്നു പോയി. അതിൻ്റെ പേരാണ് ഇല്ലാതാകൽ. അതിൻ്റെ പേരാണ് സുവിശേഷം. അതിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. എല്ലാ ഡോക്ടേഴ്സും പ്രിയപ്പെട്ടവരും ചുറ്റും നിന്ന് പറയുന്നു, ഇനി വേറൊരു കുട്ടിക്ക് സാധ്യതയുണ്ട്,
ഈ കുട്ടിയെ അബോർട്ട് ചെയ്തോ? പക്ഷേ ഇന്ന് ആ പെൺകുട്ടി ഓടിച്ചാടി നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, തൊട്ടപ്പുറത്ത് എഴുന്നേക്കാൻ പറ്റാതെ ഒരമ്മ കട്ടിലേക്ക് കിടപ്പുണ്ട്. ആ അമ്മയുടെ കട്ടിലിൽ കിടക്കുന്നതിൻ്റെ ഉത്തരമാണ് ഓടി നടക്കുന്ന ആ കുട്ടി. ഇങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളുടെ മുമ്പിലാണ് നമ്മൾ അറിയാതെ കൈകൂപ്പിപ്പോകും. ഒരാൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും കൈകൂപ്പിപ്പോകും. എങ്ങനെ കൈകൂപ്പാതെ നിൽക്കാൻ പറ്റും? എങ്ങനെ കൈകൂപ്പാതെ നിൽക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർ ഉള്ള ഭൂമിയായത്, അങ്ങനെയുള്ള സുഹൃത ജന്മങ്ങൾ ജീവിക്കുന്ന ഭൂമിയായത്. ഈ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരാളുടെ ജീവിതം ഉപേക്ഷിക്കുന്നതിൻ്റെ വിലയൊക്കെ ഉണ്ട്. ഔസേപ്പിതാവിനൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? തൻ്റെ രക്തത്തിൽ നിന്നൊരു കുഞ്ഞ്. ഏതൊരു പുരുഷൻ്റെയും സ്വപ്നമല്ലേ? തൻ്റെ അടുത്ത തലമുറ സ്വപ്നമല്ലേ? പക്ഷേ ആ സ്വപ്നം വേണ്ട എന്ന് വച്ചതാണ് രക്ഷാകര ചരിത്രം. ആ ഇഷ്ടം ഇല്ലാതാക്കിയതാണ് രക്ഷാകര ചരിത്രം. അപ്പോൾ ഞാനിനി പരാതി പറയരുത്. എൻ്റെ ആരോഗ്യം, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യം ഇല്ലാതാകുന്നുണ്ട്. ഞാൻ അച്ഛനാകാൻ പോകുമ്പോൾ എൻ്റെ കുടുംബക്കാരും എന്നെ അറിയാവുന്നവരൊക്കെ പരാതി പറഞ്ഞു. അപ്പൻ്റെ അമ്മയുടെയും ഒരു മകൻ അച്ഛനാകാൻ പോകുന്നു. എല്ലാവരും പരാതി പറഞ്ഞു. ഞാൻ അച്ഛനാകാൻ പോയി. ഞാൻ അച്ഛനാകുന്നതിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ആകെ ആശ്രയമുണ്ടായിരുന്ന എൻ്റെ പെങ്ങൾ സിസ്റ്ററാകാൻ പോകുന്നു. വീണ്ടും പരാതികൾ. 2 മക്കൾ. എന്തിന്? ഒരുപക്ഷെ ഞങ്ങൾ സമർപ്പിച്ചതിനേക്കാൾ കൂടുതൽ സമർപ്പിച്ചത്, ഞങ്ങൾ ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കഴിഞ്ഞ 14 വർഷം ഞാൻ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, എന്നേക്കാൾ സമർപ്പണം നടത്തിയത് എൻ്റെ മാതാപിതാക്കളായിരിക്കും. കാരണം അവർക്ക് ഒരുപാട്, കാരണം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആളുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നും മക്കൾ നല്ല വൈദികരും നല്ല സിസ്റ്ററുമാകണമെന്ന് പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടുതൽ അവരാണ്. ഒരുപക്ഷെ അവർക്ക് മക്കൾ അടുത്തുണ്ടാകാമെന്നായിരിക്കേണ്ട നിമിഷങ്ങളിലൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. അവർക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതാണ്. ഒരുപക്ഷെ അപ്പൻ മരിച്ചു, അമ്മയുണ്ട്, ഒരു കുറവും ദൈവം വരുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ ചില ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഇതെനിക്കറിയാം. ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഇതറിയാം. ഇന്നലെയാണ് ഒരു അച്ഛൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. എനിക്ക് സങ്കടം തോന്നി. അച്ഛൻ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ, ഇന്ത്യക്ക് വെളിയിലുള്ളൊരു ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. പെങ്ങളുടെ കല്യാണത്തിന് അത് ക്രമീകരിക്കാൻ പോലും ആളില്ല. ഒരു പക്ഷേ ആ പെങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ആളില്ല. പക്ഷേ അതിൻ്റെ സങ്കടമൊന്നും ആ കുടുംബത്തിലില്ല. കഴിഞ്ഞ ദിവസം ആ ഒരു കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. എനിക്ക് പോലും തോന്നി. കാരണം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് അച്ഛൻ വരാൻ പറ്റിയത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം അപ്പന്, അമ്മയ്ക്ക്, കെട്ടാൻ പോകുന്ന പെണ്ണിന് 3 പേർക്ക് പനി. വീട്ടിൽ ആരെങ്കിലും നല്ലൊരു കസേര പിടിച്ചിടാൻ, ഒരു കാര്യം ക്രമീകരിക്കാൻ ആളില്ല. ഒരു പക്ഷെ നമുക്ക് തോന്നും പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ആ കല്യാണം നടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം ഒരു സുവിശേഷമുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നോട് ഒരിക്കൽ ഒരപ്പനും അമ്മയും പറഞ്ഞു, അവരുടെ മകൻ പഠിച്ചു കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ നല്ല മാർക്കോടെ പാസ്സായി, സെമിനാരിൽ ചേർന്നു. ഇപ്പോൾ അച്ഛനാണ്. അപ്പനും അമ്മയ്ക്കും ഒറ്റ മകനേ ഉള്ളൂ. വലിയ വീട് ഒക്കെ പണിതിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അച്ഛാ, ഇറ്റ് ഈസ് അവർ കോൾ.
അത് ഞങ്ങളുടെ വിളിയാണ്. ദേ ആർ ഹാപ്പി, അവർ ഒരുപാട് സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലായിടങ്ങളിലും ഉണ്ട്. ഒരു പക്ഷേ എത്രയോ 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 പേര് ത്യാഗമെടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മയും സന്തോഷവും എല്ലാം. എത്രയോ പേരുടെ ത്യാഗമാണ്. ഞാൻ ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലോ, തളർന്നു കിടക്കുന്നൊരു ചേച്ചി, ആ ചേച്ചിയോട് സംസാരിച്ച് വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോൾ, ഈ വൈകുന്നേരം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ, സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി എപ്പോൾ കണ്ടാലും ഓടി വരും. ഓടി വന്ന് ഇവളെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമായതറിയാം. എന്ത് കൃപയുള്ളൊരു പെൺകുട്ടി. പക്ഷേ ഈ പെൺകുട്ടിയെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അബോർട്ട് ചെയ്യണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ അമ്മ, ആ ഒരു സ്ത്രീ, അവർക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടെന്നോ, പക്ഷേ അവർ ചിന്തിച്ചത് ലോകത്തോടൊപ്പമല്ല, അവർ ചിന്തിച്ചത് സുവിശേഷത്തോടൊപ്പമാണ്. അവർ സുവിശേഷത്തോടൊപ്പം ചിന്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ സംഭവിച്ചത് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് നന്മയായിട്ട് വളരുന്നു. ഓർക്കുക, എവിടെയെല്ലാം ഇല്ലാതാകലുണ്ടോ അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ രക്ഷാകര ചരിത്രം പൂത്തുലയുന്നുണ്ട്. അവിടെയെല്ലാം നന്മയുടെ ഒരരൂപി, നന്മയുടെ ഒരു കൃപ വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇല്ലാതാകലിനൊരു സുവിശേഷം ഉണ്ടെന്നേ. ഇല്ലാതാകാൻ പറ്റണമെങ്കിൽ ഒരു ബലം വേണം. ഇല്ലാതാകാൻ പറ്റണമെങ്കിൽ ബലം വേണം. എല്ലാം കിട്ടണമെന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു രീതി. ഇല്ലാതാകാൻ പറ്റുന്നവർക്ക് അവർക്ക് ഒരു ബലം വേണം. മറ്റതിന് ബലത്തിൻ്റെ ആവശ്യമില്ല. ഒരാൾ ഇല്ലാതാകാൻ, സ്വയം താഴണമെങ്കിൽ, സ്വയം ശൂന്യവൽക്കരിക്കാൻ പറ്റണമെങ്കിൽ, സ്വയം ചെറുതാകണമെങ്കിൽ ഒരു ബലം വേണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ പാടി പാടി പ്രാർത്ഥിക്കുന്നത്, ഇത്ര ചെറുതാകണമെങ്കിൽ എന്തോരം വലുതാകണം, ഇത്ര ചെറിയതാകാൻ എത്ര വലുതാകണം, അല്ലേ? ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുന്ന ഒരു അപ്പത്തിലേക്ക് ദൈവത്തിന് ചെറുതാകണമെങ്കിൽ ദൈവം എന്തോരം ചെറുതാകണം. ഒരു കാലിത്തൊഴുത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിൽ വന്ന് പിറക്കണമെങ്കിൽ ദൈവം എന്തോരം ചെറുതാകണം. ഈച്ചയാർക്കുന്ന, വൈക്കോലിൻ്റെ ചൂരുള്ള, ചാണകത്തിൻ്റെ ദുർഗന്ധമുള്ള ഒരു കാലിത്തൊഴുത്തിലേക്ക് വന്ന് പിറക്കാൻ പാകത്തിന് ദൈവം ഇറങ്ങണമെങ്കിൽ ദൈവം എന്തോരം ചെറുതാകണം. ചെറുതാകാൻ ബലം വേണം. ചെറുതാകാൻ ഒരു കരുത്ത് വേണം. വലുതാകാൻ സാധ്യതയുണ്ടായിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ചെറുതാകണമെങ്കിൽ അതിനൊരു ആത്മീയ ശക്തി വേണം. ആത്മീയ ശക്തിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജോസഫ് എന്ന് പറയുന്ന വളർത്തുപിതാവ്. ഇല്ലാതാകുന്നുണ്ട്, മെയിൻ സ്ക്രീനിൽ നിന്ന് പതുക്കെ മാറുന്നുണ്ട്. അങ്ങനെ കുറേ ജീവിതങ്ങളുണ്ട് ഈ സുവിശേഷത്തിൽ. അതിലൊന്ന് ജോസഫാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, അത് സ്നാപകനാണ്. ഞാൻ ചെറുതാവുകയും അവൻ വലുതാവുകയും വേണം. ഇത് പറയണമെങ്കിൽ ഒരു വലിയ ആത്മീയ ശക്തി വേണം, അല്ലേ? ജോസഫ് എവിടെയാ? ഒരു വാക്ക് പോലും ഈ മനുഷ്യൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം പരിശുദ്ധാത്മാവ് ഈ 30 ദിവസങ്ങൾ ഈ മനുഷ്യനെക്കുറിച്ച് മാത്രം പറയുന്നത്. ഒരു വാക്ക് പോലും പറയാൻ മറന്നുപോയൊരു മനുഷ്യനെക്കുറിച്ച് ഈ 30 ദിവസങ്ങൾ, 33 ദിവസങ്ങൾ ഇത്രയും പറയണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ മനുഷ്യനില്ലാതായപ്പോൾ ഈ മനുഷ്യൻ പിന്നീട് സുവിശേഷത്തിൻ്റെ ഓരോ താളുകളിലും വിരിയുന്നുണ്ട്. ജോസഫ് എന്ന് പറയുന്ന വളർത്തുപിതാവ് മത്തായിയുടെ സുവിശേഷത്തിലെ 3 വാക്യങ്ങളിൽ ഇല്ലാതായൊരു വ്യക്തിയല്ല. ജോസഫ് എന്ന വളർത്തുപിതാവ് ഒരു വാക്ക് പോലും പറയാതെ തിരശ്ശീലയിലേക്ക് മറഞ്ഞൊരു വ്യക്തിയല്ല. ഈ സുവിശേഷത്തിൻ്റെ ഓരോ താളുകളിലും ഓരോ വരികൾക്കിടയിലും പരിശുദ്ധാത്മാവ് അറിയാതെ തെളിയിച്ചു വയ്ക്കുന്ന ഒരു മുഖമാണ് ജോസഫിൻ്റേത്. അതുകൊണ്ട് തന്നെ ജോസഫ് പ്രഘോഷിക്കപ്പെടേണ്ട വ്യക്തിയും ജീവിതത്തിൽ മാതൃകയാക്കേണ്ട മാതൃകയുമാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ തീരേണ്ടതല്ലേ? എത്ര പുസ്തകങ്ങളാണ് ജോസഫിനെ കുറിച്ച്, എത്ര പ്രസംഗങ്ങളാണ് ജോസഫിനെ കുറിച്ച്, എന്തോരം പുസ്തകങ്ങളാണ് ജോസഫിനെ കുറിച്ച്. കടൽ പോലെ ഇപ്പോഴും കിടക്കുകയാ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇല്ലാതായൊരു വ്യക്തി. പക്ഷെ അതല്ലല്ലോ ജോസഫ്. മറിയത്തെ മുൻപിൽ നിർത്തിയപ്പോഴും, അല്ലേ? പണ്ടൊക്കെ ചിലരെങ്കിലും കളിയാക്കുന്നത്, ചിലരൊക്കെ തമാശ പറയുന്നത് കേട്ടു. ചില അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് ചെന്നതാ. അപ്പോൾ അച്ഛന്മാർ, എൻ്റെ പൊന്ന്, ഒരച്ഛൻ കമൻ്റ് അടിച്ചതാ, എൻ്റെ പൊന്ന് ഔസേപ്പിതാവേ ഒന്ന് മൈൻഡ് ചെയ്യ്,
അപ്പുറത്തിരുന്ന് എന്തോരം നേർച്ചയാണ് നിൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത്, ഇവിടെ ഒരാൾ പോലും വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ, ഇങ്ങനെ സുവിശേഷം പ്രാധാന്യം നൽകാത്ത വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അറിവില്ലാത്തവർ കളിയാക്കി. പക്ഷേ ഒന്ന് മിഴിപൂട്ടി സുവിശേഷത്തിൻ്റെ വരികളെ ധ്യാനിക്ക് പ്രിയപ്പെട്ടവരെ. ഓരോ താളിലും ഓരോ വരികൾക്കിടയിലും അറിയാതെ യേശു ഉപമയാക്കുന്നുണ്ട്. കൊടുക്കുവിൻ നിങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ, ആത്മാവിൽ ദരിദ്രമുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ, നമ്മൾ ധ്യാനിച്ച സുവിശേഷ ഭാഗ്യങ്ങൾ അവിടെയെല്ലാം എത്ര കൃത്യമായിട്ടാണ് ഈ മനുഷ്യൻ പറയാതെ പറയപ്പെടുന്നത്, എഴുതാതെ എഴുതപ്പെടുന്നത് എത്ര കൃത്യമായിട്ടാണ്. അതുകൊണ്ട് ഇനി പരിഭവിക്കരുത്. ഇല്ലാതാകലിൻ്റെ അപ്പുറത്ത് ഒരു സുവിശേഷമുണ്ട്. ഇല്ലാതാകലിൻ്റെ അപ്പുറത്ത് ഒരു ദൈവിക മഹത്വം വളരുന്നുണ്ട്. ഇല്ലാതാകലിൻ്റെ അപ്പുറത്ത് ഒരു രക്ഷാകര ചരിത്രം പൂത്തുലയുന്നുണ്ട്. ഇത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരുപക്ഷെ നമ്മളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നിൽ ഇല്ലാതായവരെ ഓർക്കാൻ ഈ ഔസേപ്പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇല്ലാതായവരെ ഓർക്കണം. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്നവർ വിദേശത്ത് എല്ലാ സുരക്ഷിതത്വങ്ങളിലുമായിരിക്കും. നിങ്ങളില്ലാതായവരെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവരെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ശൂന്യമാക്കപ്പെട്ടവരെ ഓർക്കുക. അങ്ങനെ ചിലരൊക്കെ ഇല്ലാതായി. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളെല്ലാം അവർ ഒരു ബലിപീഠത്തിൽ വെച്ച് അവർ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അവരൊരു ബലിപീഠത്തിൽ വെച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ. ഒരു പക്ഷേ അവരിന്നോളം പരാതി പറഞ്ഞിട്ടില്ല, അവരിന്നോളം പരിഭവിച്ചിട്ടില്ല, അവരിന്നോളം കുറ്റപ്പെടുത്തിയിട്ടില്ല, അവരിന്നോളം അവരില്ലാതായതിൻ്റെ കണക്ക് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടില്ല. അതിനർത്ഥം അവരില്ലാതായില്ല എന്നല്ല, അതിനർത്ഥം അവർ സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടവരായി എന്നത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. എത്ര പേർക്കാ പറയാനുള്ളത്? കഷ്ടപ്പെടലിൻ്റെ, ത്യാഗത്തിൻ്റെ, പട്ടിണിയുടെ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്. ഇന്നെല്ലാ സുരക്ഷിതത്തിൻ്റെയും എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ മറക്കരുത്, ഇങ്ങനെയൊരു ഇന്നലെയുടെ ചരിത്രത്തെ മറക്കരുത്. അത് ഏറ്റവും വലിയ അപരാധവും ഏറ്റവും വലിയ പാപവുമായിട്ട് മാറും. അത് മറക്കരുത്, അത് മറക്കാതെ സൂക്ഷിക്കണം. അതൊരു ജീവിതമാണ്. അപ്പോൾ ഇല്ലാതായി, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം, ചിലതൊക്കെ ഇല്ലാതായി, ആരും അറിഞ്ഞില്ല, അവർ ജീവിച്ച കാലഘട്ടത്തിൽ പോലും. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം അൽഫോൻസാമ്മ. ഒരു മഠത്തിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ ഒരു പക്ഷേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കൂടെയുള്ള സിസ്റ്റേഴ്സ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതായിരുന്നു: ഈ രോഗിയായ ഈ പെൺകുട്ടി കന്യാസ്ത്രീയായിട്ട് ഇവൾക്ക് എന്ത് ചെയ്യാനുണ്ട്? പക്ഷേ നമുക്കിന്നറിയാം ലോകം മുഴുവനും അവൾ പ്രകാശം പരത്തുകയാണ്. ലോകം മുഴുവനും അവൾ പ്രകാശം പരത്തുകയാണ്. അവൾ അനേകരിലേക്ക് യേശുവിൻ്റെ കൃപയും സൗഖ്യവും സ്നേഹവും എത്തുവാൻ അൽഫോൻസാമ്മ കാരണമാവുകയാണ്. അതുകൊണ്ടാണ് അൽഫോൻസാമ്മയുടെ തിരുനാളിനൊക്കെ എപ്പോഴും വായിക്കുന്നൊരു തിരുവചനഭാഗമാണല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നുവെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. ഓർക്കുക, ഉയരുന്ന ഒരു ദിവ്യകാരുണ്യത്തിൽ, ഉയരുന്ന ഒരു കാസയിൽ പ്രിയപ്പെട്ടവരെ, പിഴിയപ്പെടുന്ന, ചക്കിലാട്ടപ്പെടുന്ന ഒരു മുന്തിരിയും പൊടിയപ്പെടുന്ന ഒരു ഗോതമ്പുമുണ്ട്. അതുകൊണ്ട് അവിടെയാണ് ദിവ്യകാരുണ്യം ഉയരുന്നത്. ഇല്ലാതാകലിൽ ഉയരുന്ന ഒന്നിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം, അല്ലേ? ഒരു നാവിൽ ഒരു 5 മിനിറ്റ് വച്ചാൽ അലിഞ്ഞു തീരുകയാണ് ദൈവം, അലിഞ്ഞു തീരുകയാണ് ദൈവം. ആ ദിവ്യകാരുണ്യമാണ് അനേകരെ പ്രേരിപ്പിക്കുന്നത്. ആ ദിവ്യകാരുണ്യമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ദിവ്യകാരുണ്യമാണ് എന്നെ യേശുവിന് വേണ്ടി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇല്ലാതാകലിന് അർത്ഥമുണ്ട്. ഈശോ പറഞ്ഞു, ഇതാ ഗുരുവും ശിഷ്യനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളിത് ചെയ്യണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുകയല്ല, അത് കുരിശിൽ കാണിച്ചു തരുന്നു. ഏറ്റവും വലിയ സ്നേഹം അത് മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുന്നതാണ് എന്ന് സ്നേഹത്തിന് മരണമെന്നൊരർത്ഥമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം അത് ബൈബിളേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി മരിക്കണം,
അതാണ് സ്നേഹത്തിൻ്റെ അവസാന വാക്ക് മരണമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം, അത് ബൈബിളാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവമേ, ഞാൻ ഇല്ലാതാകേണ്ട വ്യക്തിയാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇല്ലാതാകണം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഒരുപാട് പേര് ഇല്ലാതായതിൻ്റെ ശക്തിയിലും കൃപയിലും നന്മയിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അത് മറക്കാതിരിക്കുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ, ദൈവിക നന്മകൾ, രക്ഷാകര ചരിത്രം, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്നത്. അതിനാൽ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനെ ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നിടത്താണ് രക്ഷാകര ചരിത്രം പൂത്തുലയുന്നത് എന്നത് മറക്കാതിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആത്മാവിൽ അണയുന്നു പ്രിയനീശുവേ, ആരാധിക്കാം. ആത്മാവിൽ അണയുന്നു പ്രിയനീശുവേ, കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പോകിടാം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പോകിടാം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പോകിടാം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പോകിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈശോ പറഞ്ഞൊരു വചനം, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമാകുവാനും വേണ്ടിയത്രേ. ഈശോ പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ഈശോ കാണിച്ചു തന്നു, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു,
യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അത് കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. വചനം പറയുകയാണ്, നമുക്ക് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഉണ്ടാകണം. നമുക്കിങ്ങനൊരു മനോഭാവം ഉണ്ടാകണം. ഉണ്ടോ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം താഴ്ത്തുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തിൻ്റെ സൗന്ദര്യം അതാണ്. ഒരു കുടുംബനാഥൻ, കുടുംബത്തിൻ്റെ തലവൻ, അദ്ദേഹം ഒരു ദാസനെ പോലെ നിൽക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹം സുവിശേഷത്തിൽ മറയുന്നു. ഓർക്കുക, എന്ത് സൗന്ദര്യമാണ് തിരുക്കുടുംബത്തിന്. കാരണം ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും സ്വയം ഇല്ലാതായ വ്യക്തിയാണ്. ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും സ്വന്തം ഇഷ്ടത്തെ മാറ്റി നിർത്തിയ വ്യക്തിയാണ്. സ്വന്തം ഇഷ്ടങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ് ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും. ജോസഫ് ഒരു തീരുമാനമെടുത്തു. അവൾ ഉപേക്ഷിക്കാം. ആ ഇഷ്ടത്തെ, ആ തീരുമാനത്തെ മാറ്റി. എന്നിട്ട് ഒരു ദാസനെ പോലെ ഇതാ ദൈവം നോക്കാൻ പറഞ്ഞവരെ നോക്കുന്ന ഒരു പുണ്യപ്പെട്ട ജന്മം. ഒരു ചോദ്യം പോലും ദൈവത്തോട് ചോദിക്കാതെ നിശബ്ദനായിരിക്കുന്ന ഒരു ജീവിതം. ഏതൊരു പെൺകുട്ടിക്കും അപകടമാകുന്ന ഒരു സ്വരം ദൈവം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവളുടെ ഇഷ്ടമില്ലാതായി. ഇത് കണ്ടു വളർന്ന മകൻ ഗത്സമനിയിൽ പറയുന്നുണ്ട്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവൻ ഒരു ചെറിയ അപ്പത്തോളം ചെറുതാകുന്നു. അതാണ് തിരുക്കുടുംബത്തിൻ്റെ സൗന്ദര്യം. തിരുക്കുടുംബത്തിന് ഇത്രയും സൗന്ദര്യം വരാൻ കാരണം, ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കിയത് അവിടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞിന് വേണ്ടി ഇല്ലാതായ ഒരു അപ്പനുണ്ട്. അവിടെ ദൈവം പറഞ്ഞതനുസരിച്ച് സ്വന്തം ഇഷ്ടത്തെ ബലി ചെയ്ത ഒരു അമ്മയുണ്ട്. അവിടെ ലോകം മുഴുവന് വേണ്ടിയും തൻ്റെ ശരീരം ബലിയായി കൊടുത്തൊരു മകനുണ്ട്. ആ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. നമ്മളൊന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ചെറിയ താഴൽ പോലും, ചെറിയ ഇൻസൾട്ട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് തുല്യനീതിക്ക് വേണ്ടി വാദിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാവ് ദിസ് ഈക്വൽ റൈറ്റ് ആൻഡ് ഐഡന്റിറ്റി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചെറുതായിട്ട് താഴാൻ, ഒന്നില്ലാതാകാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഓർക്കണം. എവിടെയെല്ലാം കുടുംബം, എവിടെയെല്ലാം മക്കൾ ഐശ്വര്യം പ്രാപിച്ചിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയ മാതാപിതാക്കളുണ്ട്, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയ മാതാപിതാക്കളുണ്ട്, ഇഷ്ടങ്ങൾ മാറ്റിവെച്ച മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി അവർക്കാരുമില്ലാതിരുന്നത് കൊണ്ട് പഠിത്തവും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം കഴിവുകളും മാറ്റിവെച്ച് ഇല്ലാതായ ഒരുപാട് പേർ. നമ്മൾ ഓർക്കുക, ഇല്ലാതാകുന്നിടത്താണ്
തിരുക്കുടുംബം ഉയരുന്നത്. ഇല്ലാതാകലിലാണ് എല്ലാ ദിവ്യകാരുണ്യവും. ഒരു നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ ഒരുപാട് അഴകുള്ള ഒരു ഗോതമ്പ് മണി അത് ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. അവൻ്റെ അപ്പം ഉയർത്തപ്പെടുമ്പോൾ, ഒരു കാസയിൽ അല്പം വീഞ്ഞുയർത്തപ്പെടുമ്പോൾ കണ്ണിന് ഒരുപാട് മനോഹാരിത നൽകുന്ന, ആകർഷണം നൽകുന്ന, നല്ല പളുങ്ക് പോലിരിക്കുന്ന ഒരു മുന്തിരിയും അരഞ്ഞ് പിഴിഞ്ഞ് നീരായിട്ടുണ്ട്. എവിടെയെല്ലാം പ്രകാശമുണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം നല്ല രൂപത്തിലുള്ള, നല്ല ആകൃതിയിലുള്ള, നല്ല കളറിലുള്ള ചില മെഴുകുതിരികൾ പ്രിയപ്പെട്ടവരെ അലിഞ്ഞ് ഉരുകി മെഴുകിൻ്റെ കൂനയിലേക്ക് പോയിട്ടുണ്ട്, മെഴുകിൻ്റെ കുപ്പയിലേക്ക് പോയിട്ടുണ്ട്. നല്ല കവറിലിരുന്നേച്ച, നല്ല കളറുണ്ടായിരുന്ന, നല്ല രൂപത്തിൽ മെനഞ്ഞെടുത്ത ചില ഭംഗിയുള്ള തിരികൾ, ഷോക്കേസിലൊക്കെ ഭംഗിയായിട്ടിരിക്കാമായിരുന്ന ചില തിരികൾ അത് മെഴുകിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ പ്രകാശത്തിൽ നമ്മൾ നടന്നത് എന്നത് മറക്കാൻ പാടില്ലാത്ത ഒരു സുവിശേഷം. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവമേ, എൻ്റെ ഈ നന്മയുടെ പിന്നിൽ ഒരുപാട് പേരില്ലാതായ കഥയുണ്ട്, ഒരുപാട് പേര് ത്യാഗമേറ്റെടുത്ത കഥയുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സഹിച്ചതാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്, ജീവിതത്തിന് ഇത്രയും മനോഹാരിത. ദൈവമേ, നന്ദി പറയുന്നു. ദിവ്യകാരുണ്യം ഉയർത്തപ്പെടുമ്പോൾ അവിടെ ഒരു ഇല്ലാതാകലുണ്ട്. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾക്ക് ചെറിയ ഒരവഹേളനം പോലും, ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അസ്വസ്ഥപ്പെടുകയാണ്. യേശുവേ, ഇനിയും ഞങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആ രഹസ്യം പഠിപ്പിക്കണമേ. ചെറുതാകാൻ എന്തോരം വലുതാകണം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്ര ചെറുതാകാൻ എത്ര വളരീണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, യേശുവേ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരീണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇല്ലാതാകലിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിനൊരു പവർ, ഒരു ശക്തി വേണം ഇല്ലാതാകാൻ. എല്ലാ അധികാരങ്ങളിലും നിൽക്കുമ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കാൻ. പ്രിയപ്പെട്ടവരെ, അതിനൊരു കഴിവ് വേണം, അതിന് ബലം വേണം, അതിനൊരു ശക്തി വേണം. ചരിത്രത്തിൽ ഒരുപാട് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ പരമാധികാരൻ, മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നത് മരണം വരെയാണ്. എന്നാൽ തനിക്ക് ഒരു ചെറിയ അസ്വസ്ഥത വന്നപ്പോൾ, ആരോഗ്യത്തിനൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് ആ മാർപ്പാപ്പ സ്ഥാനം മാറ്റിവെച്ച് അദ്ദേഹം ഒരു ചെറിയ മുറിയിലേക്ക്, പുസ്തക വായനയിലേക്ക് ഒക്കെ പോയത്. ബെനഡിക്ട് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പുസ്തകമാണ്. എത്ര പ്രായമായാലും
പറ്റാതെ വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, എനിക്ക് അധികാരസ്ഥാനങ്ങളിൽ നിൽക്കണം, അധികാരം വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ മുമ്പിൽ അതൊരു വലിയ പാഠമാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തോട് ചോദിക്കാം, എനിക്ക് എൻ്റെ കുടുംബത്തിൽ ചെറുതാകുന്നുണ്ടോ? ഞാൻ ഇല്ലാതാകലിൻ്റെ ഒരു മനസ്സെനിക്കുണ്ടോ? താഴ്ന്നു കൊടുക്കലിൻ്റെ മനസ്സെനിക്കുണ്ടോ? തിരുക്കുടുംബത്തിൻ്റെ സൗന്ദര്യം അതായിരുന്നു. നമ്മുടെ കുടുംബത്തിന് എന്താ സൗന്ദര്യമില്ലാത്തത്? നമ്മുടെ കുടുംബം എന്താ കലഹരിക്കുന്ന കുടുംബമാകുന്നത്? നമ്മുടെ കുടുംബം എന്താ എപ്പോഴും പരാതികളുടെ ലോകമാകുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്കില്ലാതാക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്വപ്നങ്ങൾ എനിക്കില്ലാതാക്കാൻ പറ്റുന്നില്ല. എവിടെയെല്ലാം ഇല്ലാതാകുന്നവരുണ്ടോ അവിടെയെല്ലാം സൗന്ദര്യം ഉണ്ടാകുന്നുണ്ട്, അവിടെയെല്ലാം പ്രകാശം പരക്കുന്നുണ്ട്, അവിടെയെല്ലാം ജീവൻ ഉയർക്കുന്നുണ്ട്. യേശുവേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. എനിക്ക് എൻ്റെ ഈഗോ, ഞാനെന്ന ഭാവം, ഈശോയെ എനിക്കില്ലാതാകാൻ മടിയാണ്. എന്നെ പഠിപ്പിക്കണമേ ഇല്ലാതാകലിൻ്റെ രഹസ്യം. പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം യേശുവേ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഞാനല്ല ജീവിക്കുന്നത്, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇല്ലാതാകേണ്ടത് ഞാനാണ്, ചെറുതാകേണ്ടത് ഞാനാണ്. യേശു പഠിപ്പിച്ചു, നിങ്ങൾ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. യേശു പറഞ്ഞു, ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അതൊരു ലിറ്റർജിക്കൽ സെലിബ്രേഷനെ കുറിച്ചല്ല, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു ഭർത്താവും ഭാര്യയും ആകുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. നീ ഒരു വൈദികനാകുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. നിന്റെ കുടുംബം യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നീ അവിടെ ഒരപ്പം പോലെ അലഞ്ഞില്ലാതാകണം. നീ അവിടെ കാല് കഴുകുവാൻ ചെറുതാകണം. യേശു പറഞ്ഞു, നിങ്ങൾ ഇനി എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാനാണ് ശരി, ഞാൻ പറഞ്ഞത് നടക്കണം, ഞാനാണ് വലുത്, ഇതാണ് തെറ്റ്. അവിടെയൊന്നും ഈ ഓർമ്മ നടക്കില്ല. അവിടെയൊന്നും ഈ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യ്. എന്താ ചെയ്യേണ്ടത്? ഇതാ ഈ അപ്പത്തെ പോലെ നിങ്ങൾ, ഞാനൊരപ്പത്തിലേക്ക് ചെറുതായതുപോലെ നിങ്ങൾ ചെറുതാകാൻ പഠിക്കുക. ഞാൻ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ കാലെടുത്ത് കഴുകി ആ കാല് ചുംബിച്ചതുപോലെ നിങ്ങളും ശുശ്രൂഷിക്കാൻ പഠിക്കുക, ചെറുതാകാൻ പഠിക്കുക. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ഇത് നിങ്ങൾ പഠിക്കുക, ഇത് നിങ്ങൾ ചെയ്യുക. ഈശോ പഠിപ്പിക്കുകയാണ് എത്ര കൃത്യമായിട്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയുടെ മനോഭാവം, ഈ ചെറുതാകലിൻ്റെ മനോഭാവം, ഈ ചെറുതാകലിൻ്റെ ശൈലി, ഈ മുറിയപ്പെടലിൻ്റെ ജീവിതം യേശുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പതിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, യേശുവേ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ ഭാരങ്ങളും
വിശുദ്ധ ഔസേപ്പ് പിതാവ് വഴി വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ കുർബാന ഇവിടെ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അനേകം കുടുംബങ്ങളിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം യേശുവേ ഞങ്ങൾ നിറയ്ക്കണമേ. നോയമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങൾ പോകുമ്പോൾ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം, പുത്തനുണർവ് ഞങ്ങളിൽ നൽകണമേ. ചെറുതാകുന്നതിൽ സന്തോഷിക്കുവാൻ, ചെറുതാകുമ്പോഴാണ് സൗന്ദര്യമുള്ള കുടുംബം, സൗന്ദര്യമുള്ള ദാമ്പത്യ ജീവിതം, സൗന്ദര്യമുള്ള സമർപ്പിത ജീവിതം, സൗന്ദര്യമുള്ള സഭ, സൗന്ദര്യമുള്ള പൗരോഹിത്യം ഉണ്ടാകുന്നതെന്ന് യേശുവേ ആത്മീയ കൃപയാൽ പരിശുദ്ധാത്മശക്തിയാൽ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷം രണ്ട് കരങ്ങളും ഉയർത്തി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മശക്തി, ദൈവിക ശക്തി ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാരത്തോടെ നിൽക്കുന്ന വ്യക്തികളുണ്ട്, സങ്കടത്തോടെ നിൽക്കുന്ന മക്കളുണ്ട്, രോഗത്തോടെ നിൽക്കുന്ന മക്കളുണ്ട്, രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മാഭിഷേകം യേശുവേ നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ അഭിഷേകത്തിന്റെ ശക്തി യേശുവേ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണമേ. യേശുവേ പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണമേ. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, യേശുവേ പാവനാത്മാവേ, എൻ കുടുംബത്തിൽ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ കുടുംബത്തിൽ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, യേശുവേ പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. നമുക്ക് കരങ്ങൾ കൂപ്പാം. കരങ്ങൾ കൂപ്പുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒരു നിമിഷം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. യേശു പറഞ്ഞ ആ വചനം, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം കഴുകണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അല്പമൊന്ന് താഴ്ന്നു കൊടുക്കുവാൻ, അല്പമൊന്ന് ചെറുതാകുവാൻ യേശുവെ പഠിപ്പിക്കണമേ. ഒന്നല്പമൊന്ന് താഴ്ന്നു കൊടുക്കാത്തതല്ലേ, ഒന്ന് അംഗീകരിക്കാത്തതല്ലേ, ഒന്ന് മനസ്സിലാക്കാത്തതല്ലേ, ഒന്ന് കേൾക്കാൻ തയ്യാറാകാത്തതല്ലേ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. നമ്മൾ സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നു, എല്ലാം സ്നേഹത്തിൻ്റെ പേരിലാണെന്ന് പറയുന്നു. സ്നേഹം താഴ്ന്നു കൊടുക്കും, സ്നേഹം മുറിയപ്പെടും, സ്നേഹം ചെറുതാകും. നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് സ്നേഹമാണ് എൻ്റെ കുടുംബത്തോട്, എനിക്ക് സ്നേഹമാണ് എൻ്റെ സഭയോട്,
എനിക്ക് സ്നേഹമാണ് എൻ്റെ സമൂഹത്തോട്, എനിക്ക് സ്നേഹമാണ് എൻ്റെ ശുശ്രൂഷയോട്. Then why? എന്നിട്ട് എന്തുകൊണ്ട് ഒന്നല്പം താന്നു കൊടുക്കാൻ പറ്റുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് അല്പം ഒന്ന് ചെറുതാകാൻ പറ്റുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് അല്പം ഒന്ന് എൻ്റെ അഭിപ്രായം മാറ്റാൻ പറ്റുന്നില്ല? എന്നിട്ട് എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്നവരെ കേൾക്കാൻ പറ്റുന്നില്ല? എന്നിട്ടും പറയുന്നു സ്നേഹമാണെന്ന്. നോ, ഇറ്റ് ഈസ് നോട്ട് ലവ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് നോട്ട് ലവ് ഓഫ് ജീസസ്. അത് യേശുവിൻ്റെ സ്നേഹമല്ല. അതൊരു പൊസഷനോടുള്ള ലവാണ്. നോട്ട് ദ ലവ് ഓഫ് ഗാഡ്, നോട്ട് ദ ലവ് ഓഫ് ജീസസ്. ഇഫ് ഇറ്റ് ഈസ് ലവ് ഓഫ് ഗാഡ്, ഇഫ് ഇറ്റ് ഈസ് ലവ് ഓഫ് ജീസസ്, ഡെഫിനറ്റ്ലി നീ താന്നു കൊടുക്കുന്ന വ്യക്തിയാകും, നീ കേൾക്കുന്ന വ്യക്തിയാകും, നീ ചെറുതാകുന്ന വ്യക്തിയാകും, നീ ഉൾക്കൊള്ളുന്ന വ്യക്തിയാകും, നീ അംഗീകരിക്കുന്ന വ്യക്തിയാകും, നീ മനസ്സിലാക്കുന്ന വ്യക്തിയാകും. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ ആ സ്നേഹം എന്നെ പഠിപ്പിക്കണേ. ചെറുതാകുന്ന സ്നേഹം, സ്വയം ഇല്ലാതാകുന്ന സ്നേഹം, സ്വയം എന്നെ മുറിച്ചു നൽകുന്ന സ്നേഹം യേശുവേ പഠിപ്പിക്കണേ. അവിടെയെല്ലാം നമ്മൾ ദിവ്യകാരുണ്യമാകുന്നുണ്ട്, അവിടെയെല്ലാം നമ്മൾ സൗന്ദര്യം പ്രാപിക്കുന്നുണ്ട്, അവിടെയെല്ലാം ദൈവാനുഗ്രഹം നിറയുന്നുണ്ട്, അവിടെയെല്ലാം സമൃദ്ധി ഉണ്ടാകുന്നുണ്ട്. കരങ്ങൾ കൂപ്പാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ ബന്ധങ്ങളെയും, നമ്മുടെ സഭയെ, സഭാകൂട്ടായ്മകളെ, നമ്മുടെ ഇടവകയെ, ഇടവക കൂട്ടായ്മകളെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഈ സ്നേഹം, ചെറുതാകുന്ന സ്നേഹം, കാല് കഴുകുന്ന സ്നേഹം, മുറിയപ്പെടുന്ന സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ യേശുവേ നീ നിക്ഷേപിക്കണേ. പ്രാർത്ഥിക്കാം നമുക്ക്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിച്ച് യേശുവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ,
ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.